if you say you are weak, that is your biggest qualification. നിങ്ങൾക്ക് ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത ആ ബലഹീനത If you tell me you are weak in this subject, let me tell you that is the biggest qualification that you possess, so that the grace of God can shine on that particular area. So even just like you, I was terrified of exams. ഞാൻ നിങ്ങളിൽ പലരെ പോലെ തന്നെ ഞാനും പരീക്ഷയെ ഓർത്ത് വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. I was terrified. ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. Terrified. ഞാൻ വളരെയധികം ഭയപ്പെട്ട വ്യക്തിയാണ്. And my faith in Jesus was very strong. എന്നാൽ എൻ്റെ യേശുവിലുള്ള എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ബലമുള്ളതായിരുന്നു. എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ മുതലേ ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എൻ്റെ വിശ്വാസം എത്രമാത്രമായിരുന്നു അറിയാവോ? ഒരു കെമിസ്ട്രി ഒരു ഇവിടെ മെറീനി ഞാൻ പഠിക്കുമ്പോഴാണ് കെമിസ്ട്രി എക്സാമാണ് പുറത്ത് പിറ്റേ ദിവസം നടക്കാൻ പോകുന്നത്. എൻ്റെ വിശ്വാസം അത്രമാത്രം ഭീകരമായിരുന്നു. ഞാൻ പഠിച്ചേയില്ല. ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട്സും എല്ലാം ഉറങ്ങാൻ നേരത്ത് എൻ്റെ തലോണയുടെ കീഴിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇന്ന് ഉറങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്ത് ചെയ്യാമെന്നല്ലേ, എന്തും ദൈവത്തിന്, ഹി ക്യാൻ ഡു എനിത്തിങ്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇന്ന് ഉറങ്ങുമ്പോൾ ഈ തലവണയിൽ നിന്നും ഇത് എൻ്റെ മനസ്സിനകത്തോട്ട് എൻ്റെ ബുദ്ധിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരട്ടെ. ഏതാ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തില്ലേ എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ എൻ്റെ മനസ്സിലെല്ലാം കയറണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി കിടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസത്തെ എക്സാമിന് ഞാൻ തോറ്റുപോയി. എത്ര മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നെന്ന് അറിയണോ? 1.5 മാർക്ക് ഉണ്ടായിരുന്നു കെമിസ്ട്രി എക്സാമിന്. 1.5. ഗുഡ് ജോബ്. 1.5 മാർക്ക് ഉണ്ടായിരുന്നു. So I came to understand through a very hard lesson that the Holy Spirit can only remind you what you already revised or already studied. ഒരു വലിയ ഒരു സത്യം എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കുവാൻ കഴിയും. നമ്മൾ എന്താണോ പഠിച്ചത് നമ്മൾ അതിനെ റിവൈസ് ചെയ്യുന്ന അതിനെയാണ് എടുത്ത് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. So during the time of exams, fear is the number one emotion that goes through any the mind of all the children. എല്ലാ കുഞ്ഞുങ്ങളുടെയും അകത്ത് ഈ ഏറ്റവും അധികം ഭയമുള്ള ഒരു കാര്യമാണ് പരീക്ഷയെ കുറിച്ചുള്ള ഭയം. And this emotion called fear plays it's highlighted than any other emotion. ഈ ഭയം എന്ന് പറയുന്ന ഈ വികാരം, ഈ ഭയം എന്ന് പറയുന്ന ഈ കാര്യം മറ്റെല്ലാ കാര്യങ്ങളെക്കാളും വളരെയധികം വെളിപ്പെട്ട് വലുതായി നിൽക്കുന്ന ഒരു കാര്യമാണ്. So what did Jesus tell about fear? ഈ യേശു എന്താണ് ഭയത്തെ കുറിച്ച് പറഞ്ഞത്? Let us all go to a verse together. It is from John chapter 14. നമുക്ക് എല്ലാവർക്കും ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം and verse 27. അതിന്റെ 27-ാമത്തെ വാക്യം. So if you know to read, I want you to look up to the screen and read it with me. നിങ്ങൾ എല്ലാവരും ഈ സ്ക്രീനിലേക്ക് നോക്കി എല്ലാവരും ഉറക്കെ ശബ്ദം ഉയർത്തി വായിക്കണം. Peace I leave with you, my peace I give you, not as the world gives do I give you. Let not your heart be troubled, neither it be afraid. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. In the amplified version of the same text, the word is used, do not allow your heart to be troubled. ഈ വാക്യത്തിന്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ ആ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒന്ന് പറഞ്ഞേ, ഞാൻ അനുവദിക്കുന്നേ എന്ന് പറഞ്ഞേ. ഞാൻ അനുവദിക്കുന്നേ. To fear to come inside of you, to be filled with that emotion. If you decide I will not allow fear, that is it. The word says, Jesus said, don't let your heart or don't allow your heart to be agitated or in fear. ഞാനും നിങ്ങളും ഭയം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചെങ്കിൽ മാത്രമേ ഭയം എൻ്റെ നിങ്ങളുടെ അകത്ത് വരത്തുള്ളൂ. എന്നാൽ ഞാൻ തീരുമാനിക്കുകയാണ്, ഭയം എൻ്റെ അകത്ത് വരുവാൻ ഞാൻ അനുവദിക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, ഭയം നിങ്ങളുടെ അകത്ത് വരുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ആമേൻ. ആമേൻ.
So, Ronaka Chacha, it is very easy for you to say it. അപ്പോൾ നിങ്ങൾ പറയും റോണക്കച്ചാച്ചൻ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. You have finished all your exams, now you are enjoying. കാരണം അച്ചാച്ചൻ പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അച്ചാച്ചൻ സന്തോഷിക്കുന്ന സമയം, ഞങ്ങളാണല്ലോ പരീക്ഷ മുമ്പോട്ട് പോകുന്നത്. It is very easy for you, Ronaka Chacha, to say, tell from a mic, don't worry, no fear. റോണക്കച്ചാച്ചൻ അത് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം റോണക്കച്ചാച്ചന്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഒരു മൈക്ക് എടുത്തോണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ വളരെ എളുപ്പമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. So, how do you come out of this state of fear? ഈ ഭയത്തിന്റെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തു വരുവാൻ കഴിയുന്നത്? There is something very peculiar about our mind. നമ്മുടെ മനസ്സിന് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. If you ask it not to think about a certain thing, it will only think about that. നമ്മളൊരു കാര്യം പറയാം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത മുഴുവൻ ആ കാര്യത്തെക്കുറിച്ചായിരിക്കും. Look at me right now. നിങ്ങളിപ്പോൾ എല്ലാവരും എന്നെ നോക്കിയാട്ടെ. For example, ഉദാഹരണത്തിന് I tell you right now, ഞാനിപ്പോൾ നിങ്ങൾ പറയുകയാണ്, don't think about an elephant. ഒരു ആനയെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറയുക. And I know everyone is thinking about an elephant now. ഇപ്പം എനിക്ക് മനസ്സിലായി, എനിക്കറിയാം നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലൂടെ ഇപ്പോൾ ഒരു ആന കടന്നു. So this is a peculiar nature of our mind where we cannot curtail or stop how our mind thinks. നമ്മുടെ മനസ്സ് എപ്രകാരം ചിന്തിക്കുന്നുവോ അതിനെ തടയിടുവാൻ, അതിനെ തടസ്സപ്പെടുത്തുവാൻ നമുക്ക് കഴിയാറില്ല. The easiest way to come out of that sense of fear, ആ ഭയത്തിന്റെ ബോധ്യത്തിൽ നിന്നും എങ്ങനെയാണ് പുറത്തു വരുന്നതിനുള്ള എളുപ്പമാർഗം എന്ന് the ചോദിച്ചാൽ, easiest way that I have found out, ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമാർഗം എന്ന് is പറഞ്ഞാൽ to replace that fear with the word of God. ആ ഭയം എന്ന് പറയുന്നതിനെ ദൈവത്തിന്റെ വചനവുമായി റീപ്ലേസ് ചെയ്യുക. Hallelujah. Hallelujah. It is very easy. If you are afraid, it will build its building of fear inside your head. നമ്മുടെ തലയ്ക്കകത്ത് ആ ഭയം വളർന്ന വലിയൊരു കെട്ടിടമാകാൻ വലിയ പ്രയാസമൊന്നുമില്ല. The easiest way to replace that fear with the word of God. ആ ഭയത്തെ മാറ്റുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് അതിനെ ദൈവവചനം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. So we are going to learn this one verse together, and I am going to pray, and we'll hand over the mic to Tom Sutti uncle. നമ്മൾ ഒരു വാക്യം വായിച്ചു നമ്മൾ പറഞ്ഞിട്ട് ഈ മൈക്ക് തോമസ് കുട്ടി നമ്മൾ പ്രാർത്ഥിച്ചു തോമസ് കുട്ടി. Can you show me 2 Timothy 1:7 please? 2 തിമോത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം സ്ക്രീനിൽ കാണാം. Let us all come on, look at this, and we are going to read this. We are going to replace that emotion of fear in your mind, replace that emotion in your mind of tension, anxiety with this verse. ഇപ്പോൾ നമ്മളിപ്പോൾ വാക്യം വായിക്കുമ്പോൾ ഈ വാക്യം വെച്ച് നമ്മുടെ മനസ്സിലുള്ള ഭയത്തെ, നമ്മുടെ മനസ്സിലുള്ള ആകുലതയെ നമ്മൾ റീപ്ലേസ് അതിനെ തോൽപ്പിക്കാൻ പോവാ. നമ്മൾക്ക് ഈ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒന്ന് ചേർന്ന് വായിക്കാവോ? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. Can you read it together once more? For God has not given us. എല്ലാവരും ഉറക്കെ വായിച്ചേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. Hallelujah. Can you say not the spirit of fear? ഉറക്കെ പറഞ്ഞാട്ടെ, ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ആത്മാവിനെ അല്ല, but of power, love and sound mind. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. Just by reading this verse you can understand that fear did not originate from God. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭയം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചതല്ല, അല്ലെങ്കിൽ ദൈവം തന്നതല്ല. It is not a product of God. അത് ദൈവത്തിന്റെ ഒരു ഉൽപ്പന്നമല്ല ഭയം എന്ന് പറയുന്നത്. You and me who have the Holy Spirit living inside of us, നിങ്ങൾക്കും എനിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് അധിവസിക്കുന്നതുകൊണ്ട് the biggest gift that you possess till today morning is the indwelling of the Holy Spirit inside of you. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം എന്താ, ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുവാൻ തന്നതെന്നുള്ളതാണ്. Can you say my body is the temple of the Holy Spirit? ഉറക്കെ പറഞ്ഞാട്ടെ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. It is a temple of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. So this fear, it did not come from the Holy Spirit. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭയം എന്ന് പറയുന്നത് ഒരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നതല്ല. So what the Holy Spirit produces in you, അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളിൽ ഉത്ഭവിപ്പിക്കുന്നത്? is power, love and sound mind. അത് ശക്തിയും സ്നേഹവും സുബോധത്തിന്റെയും ആത്മാവാണ്. Hallelujah. ശക്തി ചേർന്ന് എന്നോട് പറഞ്ഞേ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും
സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. Hallelujah. Once more I want you to say it. ഉറക്കെ എല്ലാവരും ഉറക്കെ എത്രത്തോളം ശബ്ദം ഉയർത്താമോ Let this word sink and settle in your heart. ഈ വചനം നമ്മുടെ അകത്ത് നിറയപ്പെട്ട് അകത്ത് സ്ഥിരമാകട്ടെ. So whenever you have any sort of fear comes in your mind, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഭയം വരുമ്പോൾ, oh, you take this sword. ഈ വാൾ നമ്മൾ എടുക്കുക. You take this sword. ഈ വചനമാകുന്ന വാൾ You take this sword. ഈ വചനമാകുന്ന No, വാൾ no, എടുക്കുക. I have not been given the spirit of ഓ fear. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് തന്നത് ദൈവം തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ Not അല്ല. the spirit of fear. എനിക്ക് ഭയത്തിന്റെ ആത്മാവിനെ അല്ല But തന്നത്. power, love and sound mind. ഓ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര എനിക്ക് This തന്നത്. is the way how you come out of fear, is by taking the word of God and replacing it with the truth. ഇങ്ങനെയാണ് നമ്മൾ ഭയത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഭയത്തിൽ നിന്ന് പുറത്തു വരുന്നത്? ഒരു സാഹചര്യം വരുമ്പോൾ ദൈവവചനത്തിന്റെ വചനം എടുക്കുക, ആ ഭയത്തിന് പകരം ഈ ദൈവവചനം അവിടെ റീപ്ലേസ് ചെയ്യുക. Hallelujah. That is number one, how to come out of fear. അതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെ ഭയത്തിൽ നിന്ന് വരാമെന്നുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. Hallelujah. That is all for the fear part. അത് ഭയത്തെ കുറിച്ചുള്ള ഭാഗം അതാണ്. Number two, I would like to just explain to you the peculiarity of Jesus. എന്നാൽ രണ്ടാമതൊരു പറയാൻ പറഞ്ഞത് യേശുവിന്റെ പ്രത്യേകത, സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് A പറയുന്നത്. peculiar nature of God. ദൈവത്തിന്റെ പ്രത്യേകതയുള്ള സ്വഭാവം. The peculiar nature of God, He is the someone who takes the weak and blesses them and makes them strong. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത, എവിടെ ബലഹീനനായ ഒരു വ്യക്തിയുണ്ടോ, ഒരു ബലഹീനതയുള്ളതുണ്ടോ, അവിടുന്ന് എടുത്ത് എല്ലാവരുടെ മുമ്പിൽ അതിനെ മാനിച്ച് അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ സ്വഭാവം. All throughout the text, if you see, He took someone who is weak, blessed them and showed them, saying, "This is my child." നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആകമാനം വായിക്കുമ്പോൾ, എവിടെ തകർക്കപ്പെട്ട ഉടക്കപ്പെട്ട ബലഹീനനായ ഒരു വ്യക്തിയുണ്ടോ, അവനെ അവിടുന്ന് എടുത്ത് ഉയർത്തി അനുഗ്രഹിച്ച് ലോകത്തിന് മുമ്പിൽ കാണിച്ചിട്ട് പറയും, ഇത് ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. Shall we read a verse together? നമുക്ക് ഒന്നിച്ചൊരു വാക്യം കൂടെ വായിക്കാം. From 1 Corinthians അത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം chapter 1 and verse 27. അതിന്റെ 27-ാമത്തെ Can we വാക്യം all read it together? നമുക്ക് ഒന്നിച്ചു വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഇവിടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ചെറിയ ടെൻഷൻ ഉണ്ട്, ആ സബ്ജക്റ്റിന് ഞാൻ വീക്കാണ്, ഈ ഒരു കാര്യത്തിന് ഞാൻ ചെറിയൊരു പൊറോട്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ എല്ലാവരും. If you say you are weak, that is your biggest qualification. നിങ്ങൾക്ക് ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത ആ ബലഹീനത If you tell me you are weak in this subject, let me tell you that is the biggest qualification that you possess, so that the grace of God can shine on that particular area. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലഹീനമായ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ ബലഹീനത ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യം. അത് ദൈവത്തോട് പറയുമ്പോൾ ദൈവം ആ ബലഹീനതനെ ബലമുള്ളതാക്കി ലോകത്തിന് മുമ്പിൽ തിളങ്ങുന്ന വ്യക്തിയാക്കി. So this is a nature. Come on, read till 30. ഇതാണ് കർത്താവിന്റെ സ്വഭാവം. നമുക്ക് 30 വരെ വായിക്കാം. Put to shame which are mighty. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് That തന്നെ. no flesh should glory in the presence. And verse 30 is the key. അതിന്റെ 30-ാമത്തെ വാക്യമാണ് അതിന്റെ താക്കോൽ But വാക്യം. of Him you are in Christ Jesus, who became for us. So these are the qualities that you and me possess in our spirit man, which is accessible for you today. ഇന്ന് പകൽ നമുക്ക് എളുപ്പം പ്രയോജനയോഗ്യമായ ഒരു വചനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് അതിന്റെ താക്കോൽ വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. Can you say, shout and say, I have the wisdom of God. ഉറക്കെ പറഞ്ഞാട്ടെ, എനിക്ക് ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്. The wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം. Can you say, I am the righteousness of ഉറക്കെ God. പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ നീതിയാണ്. Hallelujah. So this is a peculiar nature of God, where He takes something weak, someone weak, and makes him strong. ദൈവത്തിന്റെ പ്രത്യേകതയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് ബലഹീനമായ ഒരാളെ എടുത്ത് അവനെ ശക്തനാക്കുന്നതാണ് ദൈവത്തിന്റെ സ്വഭാവം. Just for example, for your understanding, നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. if God picks up Ambani, the Ambani family, ദൈവം അംബാനി ഫാമിലിയിലെ ഒരു വ്യക്തിയാണ് അംബാനിയാണ് തിരഞ്ഞെടുക്കുന്നത്. Mukesh Ambani.
മുകേഷ് അംബാനിയെ തെരഞ്ഞെടുത്ത് വിചാരിച്ചാട്ടെ. If God takes him and blesses him with 30,000 crore more, ദൈവം അംബാനിയെ തെരഞ്ഞെടുത്തിട്ട് 30,000 കോടിയും കൂടെ കൂടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചെന്ന് വിചാരിച്ചു. you will say, oh, he was already rich, some more he was blessed. നിങ്ങൾ പറയും അവൻ അല്ലെങ്കിൽ തന്നെ അയാൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി, സമ്പന്നനായിരുന്നു, ഒരു ചെറിയ എന്തോ ഒരു നന്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് Much പറയും. glory will not go to the Father. ദൈവത്തിന് മഹത്വം പോവുകയില്ല. He already had the talent. കാരണം അദ്ദേഹത്തിന് ആ കഴിവുണ്ട്. But എന്നാൽ if God chooses someone from here, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. are you that person? നിങ്ങളാണോ ആ വ്യക്തി? Are you that person? നിങ്ങളാണോ ആ വ്യക്തി? If God chooses someone of you, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ദൈവം and തിരഞ്ഞെടുത്തു, blesses them and makes him the richest person in the world, അവനെ അനുഗ്രഹിച്ച് ലോകത്തിലെ ഏറ്റവും ഉന്നതനായ സമ്പന്നനായ വ്യക്തിയാക്കി മാറ്റിയ, hallelujah, I don't know whom I am preaching it to. ഞാൻ ആരോടാ സംസാരിക്കുന്നത് Some of you are going to be chosen today evening, ഇന്ന് പകൽ ഇതിന് മധ്യത്തിൽ ഇരിക്കുന്ന ചില വ്യക്തികളെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. and you will say, നിങ്ങൾ പറയൂ, oh, it was not me, അത് ഞാനല്ല. it was not me, നിങ്ങൾ പറയൂ, അനുഗ്രഹിക്കാനല്ല, it was all Jesus, ഇത് മുഴുവൻ ചെയ്തത് it was യേശുവാണ്, all Jesus, ഇത് മുഴുവൻ ചെയ്തത് that യേശുവാണ്. no flesh should glory in the presence. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാൻ. Let me tell you, my dear friends, എന്റെ പ്രിയ സഹോദരനാ പറയട്ടെ, you are in the right place at the right time. നിങ്ങൾ യഥാർത്ഥ സമയത്ത് ശരിയായ സ്ഥലത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്. You are not going to face the exam alone. There is going to be a power which is going to be with you, burning inside of you. It is not just for that small exam. It is going to propel you to your future as well. നിങ്ങൾ ഒറ്റയ്ക്കല്ല പരീക്ഷ ഹാളിലേക്ക് പോയി പരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയും കൂടെ ചേർന്ന് മാത്രമായിരിക്കും നിങ്ങൾ പരീക്ഷ അഭിമുഖീകരിക്കുന്നത്. ഇതൊരു പരീക്ഷയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. വരാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നത് ഒറ്റയ്ക്കല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയോടെയാ. This meeting is not just preparing for you this small exam. No. ഈ മീറ്റിംഗ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഒരു മീറ്റിംഗ് അല്ല. It's not just for you for a small exam. ഒരു ചെറിയ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു മീറ്റിംഗ് This അല്ല. is igniting inside of you a fresh fire, a fresh anointing, which where you are going to take over the nations of the world. രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന, രാജ്യങ്ങളെ കത്തിക്കുന്ന ഒരു ശക്തി വ്യാപരിക്കുന്ന, ഒരു ശക്തിയെ ജ്വലിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് കൂടാണ് ഇന്നിവിടെ If സംഭവിക്കുന്നത്. you believe this, അത് I വിശ്വസിക്കുന്നെങ്കിൽ want you to jump up on your feet. ചാടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. Jump up on your feet. ചാടി എഴുന്നേറ്റാട്ടെ. I want you to start clapping your hands. ഓ കരങ്ങളെ ശക്തിയോടെ അടിച്ച്. The move of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചലനം. The Holy Spirit. പരിശുദ്ധാത്മാവ്. The Holy Spirit. പരിശുദ്ധാത്മാവ്. The Holy Spirit. പരിശുദ്ധാത്മാവ്. If you believe നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ the work, the Holy Spirit, പരിശുദ്ധാത്മാവ്, those who believe, അത് വിശ്വസിക്കുന്നവർക്ക്, power which works when you believe, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് the വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. power is unlimited. ആ ശക്തി പരിധികളില്ലാത്തതാണ്. The power is unlimited. ആ ശക്തി What പരിധികളില്ലാത്തതാണ്. is restricting that power? എന്താണ് ആ ശക്തിയെ തടയുന്നത്? Is how much I believe in Him. ഞാൻ എത്രത്തോളം അവനെ വിശ്വസിക്കുന്നു. Today evening, let every phrase be stirred up. എല്ലാ വിശ്വാസവും ജ്വലിക്കപ്പെടട്ടെ. Hallelujah. Hallelujah. The verse that we just read. നമ്മളിപ്പോൾ വായിച്ച വാക്യം, Not the spirit of fear. നമ്മൾ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, Power, love, sound mind. സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും The ആത്മാവ്. context of that verse, ആ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, Paul is telling Timothy, stir up the gift of faith which was received in you. പൗലോസ് തീമോഥെയോട് പറയാണ്, നിന്റെ അകത്ത് ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ, ആ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. Stir up the gift of faith in you. വിശ്വാസത്തെ ജ്വലിപ്പിക്കുക. And then he says, God has not given you the spirit of fear. എന്നിട്ടാണ് പൗലോസ് തീമോഥെയോട് പറയുന്നത്, നീ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് തന്നത്, Power, love and sound mind. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും Which ആത്മാവ്. means, അതിന്റെ അർത്ഥം, even if you have faith, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും, even if you believe, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിലും, if there is fear inside of you, നമ്മുടെ അകത്ത് ഭയമുണ്ടെങ്കിൽ, oh, you will forget the verses. നിങ്ങൾ ആ വാക്യങ്ങൾ മറന്നു പോകും. Even Mr. Peter, നമുക്കറിയാം, പത്രോസ് പോലും when he was walking on the water, വെള്ളത്തിന് മുകളിലൂടെ നടന്നു the പോകുകയാണ്. moment fear got inside of him, എപ്പോൾ തന്റെ അകത്ത് ഭയം കടന്നുകൂടിയോ, do you remember that story? നിങ്ങൾക്ക് കഥ അറിയാമോ? ആ സംഭവം അറിയാമോ? When I was walking on the water, and Jesus said, if you are Son of God, tell me, I will walk on the water. ആ സംഭവം ഇതാണ്. യേശു കർത്താവ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു. പത്രോസ് ചോദിക്കുന്നു, കർത്താവേ, അത് നീ ആകുന്നുവെങ്കിൽ ഈ വെള്ളത്തിന് മീതെ നടന്നു വരുവാൻ എന്നോട് കൽപ്പിക്കണമേ.
He started to walk, and fear entered inside of him, and the word says he sank into the water. അങ്ങനെ പത്രോസ് വെള്ളത്തിന് മുകളിൽ കൂടി നടന്നു പോകും. എപ്പോൾ ഭയം തന്റെ അകത്ത് കയറിയോ താൻ ആ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. Let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. Peter is a fisherman. പത്രോസ് എന്ന് പറയുന്നത് ഒരു മുക്കുവനാണ്. He knows how to swim. തനിക്ക് എങ്ങനെ നീന്തണമെന്ന് നന്നായിട്ട് അറിയാം. He knows how to swim. നീന്താൻ നല്ലതായി പത്രോസിന് അറിയാം. Peter was the first person to jump into the water and swim to Jesus after his resurrection. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ആദ്യം പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പത്രോസാണ് ആദ്യം ചാടി യേശുവിന്റെ അടുക്കലേക്ക് പോയത്. But the word says he began to sink. He did not even try to swim. എന്നാൽ വചനം ഇവിടെ പറയുകയാണ് താൻ മുങ്ങി തുടങ്ങി. തനിക്ക് ഒരിക്കലും നീന്തുവാൻ പോലും കഴിഞ്ഞു ശ്രമിച്ചില്ല. The same way, if fear gets inside of you, അതുപോലെ തന്നെയാണ് ഭയം നമ്മുടെ അകത്ത് കയറുമ്പോൾ you will forget what you studied. നിങ്ങൾ എന്താണ് പഠിച്ചെന്ന് You പോലും will forget the word of God. ദൈവത്തിന്റെ വചനം പോലും You മറന്നു will പോകും. forget things. നിങ്ങൾ കാര്യങ്ങൾ മറന്നു That is പോകും. why the word tells you first cast out the fear. അതുകൊണ്ടാണ് വചനം പറയുന്നത് ആദ്യമേ നിങ്ങളുടെ ഭയത്തെ പുറത്താക്കുക. Then the faith in you will burn. അപ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ആ വിശ്വാസം അത് ജ്വലിക്കാൻ തുടങ്ങും. Hallelujah. Hallelujah. Today we are going to pray ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ that പോവുകയാണ്. every little bit, every trace of fear and anxiety will get out of you. യേശുവിന്റെ നാമത്തിൽ സകല ഭയവും ആകുലതകളും നിങ്ങൾ ഇത് വിട്ടുമാറട്ടെ. Then everybody lift up your hands right now. എല്ലാവരും കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് Those who ഉയർത്തിയാട്ടെ. want this fear and anxiety to get out of you. ഈ ഭയവും ആകുലതയും നിങ്ങളുടെ അകത്ത് പോകണമെന്ന് പറയുന്നവരുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. Father, I pray in the name of Jesus. പിതാവേ യേശുവിന്റെ നാമത്തിൽ If പ്രാർത്ഥിക്കുന്നു. you have been gifted with the gift of tongues, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ വരം ലഭിച്ചവരാണെങ്കിൽ അന്യഭാഷയിൽ start പ്രാർത്ഥിച്ചാട്ടെ. worshiping in tongues. അവനെ അന്യഭാഷയിൽ ആരാധിച്ചു Father, തുടങ്ങിയാട്ടെ. I pray in the name of Jesus. പിതാവേ യേശുവിന്റെ നാമത്തിൽ Father, we are here together as a family praying for your children. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായി അങ്ങയുടെ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ Let പ്രാർത്ഥിക്കുന്നു. every fear, എല്ലാ ഭയവും let every inferiority, എല്ലാ അപകർഷതാബോധവും let every fear, let every anxiety, എല്ലാ ആകുലതകളും എല്ലാ ഭയവും in the name of Jesus, യേശുവിന്റെ നാമത്തിൽ let it be out of their system in Jesus' mighty അവരുടെ name. അവസ്ഥയിൽ വെളിയിൽ പോകാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. Right now, ഇപ്പോൾ തന്നെ by the power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ whatever is inside of them, എന്താണോ അവരുടെ അകത്ത് let it be വ്യാപരിക്കുന്നത് stirred up in the name of Jesus. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം Right ജ്വലിക്കട്ടെ. now. അത് ജ്വലിക്കട്ടെ Right now, ഇപ്പോൾ in തന്നെ the name of Jesus. യേശുവിന്റെ നാമത്തിൽ